ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട മുൻകാല ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. അതിൽ നമുക്ക് ഒന്നാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത് ആരായിരുന്നു? ഓക്കെ, വൈക്കം സത്യാഗ്രഹം. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമരങ്ങളിൽ ഒന്നാണ് വൈക്കം സത്യാഗ്രഹം. ഓക്കെ, അപ്പം വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ച വ്യക്തി ആരാണ്? ഓപ്ഷൻ ടി കെ മാധവൻ, എ കെ ഗോപാലൻ, മന്നത്ത് പത്മനാഭൻ, പി കൃഷ്ണപിള്ള. ഓക്കെ, എല്ലാം പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ്. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട പേരുകൾ തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ ഇതില് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധമുള്ള വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ടി കെ മാധവനാണ്. ടി കെ മാധവനാണ്. ഓർമ്മിക്കുക, കേരള നവോത്ഥാനത്തിലെ മേഘ ജ്യോതിസ്, കേരള നവോത്ഥാനത്തിലെ മേഘ ജ്യോതിസ് എന്നറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് ടി കെ മാധവൻ. എന്നാൽ അവിടെ ഡൗട്ട് വയ്ക്കേണ്ട, കേരള നവോത്ഥാനത്തിലെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന വ്യക്തി അത് കുറുമ്പൻ ദൈവത്താൻ എന്ന കാര്യം കൂടിയും അറിയുക. ഓക്കെ, അപ്പൊ കേരള നവോത്ഥാനത്തിലെ മേഘ ജ്യോതിസ് ടി കെ മാധവനും കേരള നവോത്ഥാനത്തിലെ സൂര്യ തേജസ് എന്ന് ചോദിച്ചാൽ അത് കുറുമ്പൻ ദൈവത്താൻ എന്ന കാര്യം കൂടിയും അറിയുക. ഓക്കെ, ഇനി ഓർമ്മിച്ചാൽ എ കെ ഗോപാലൻ മുൻകാല ചോദ്യം എടുത്താൽ പാവങ്ങളുടെ പടത്തലവൻ, പാവങ്ങളുടെ പടത്തലവൻ ആരെന്ന് ചോദിച്ചാൽ അത് എ കെ ഗോപാലനാണ്. എ കെ ഗോപാലനാണ്. ഓക്കെ, എന്നാൽ തെറ്റരുത്, പാവങ്ങളുടെ പെരുന്തച്ഛൻ ആര് എന്ന് ചോദിച്ചാൽ അത് ലാറി ബേക്കർ ആണ്. ലാറി ബേക്കർ. ലാറി ബേക്കർ മറ്റൊരു മുൻകാല ചോദ്യം ഓർമ്മിക്കാം, വാസ്തുവിദ്യ രംഗത്തെ ഗാന്ധിജി, വാസ്തുവിദ്യ രംഗത്തെ ഗാന്ധിജി എന്ന് ചോദിച്ചാലും ലാറി ബേക്കർ എന്ന കാര്യം കൂടിയും അറിയുക. ഓക്കെ, അടുത്ത പേര് അടുത്ത ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന മന്നത്ത് പത്മനാഭനാണ്. ഓക്കെ, മന്നത്ത് കൃത്യമായിട്ട് ഓർമ്മിക്കാം, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥ സംഘടിപ്പിച്ച ഒരു നേതാവ് കൂടിയാണ് മന്നത്ത് പത്മനാഭൻ എന്ന കാര്യം അറിയുക. ഓക്കെ, കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് മന്നത്ത് പത്മനാഭൻ. ഓക്കെ, അപ്രകാരം മന്നത്തിനെ വിശേഷിപ്പിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് സർദാർ കെ എം പണിക്കർ എന്ന കാര്യം കൂടിയും ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, അടുത്ത ഓപ്ഷൻ പി കൃഷ്ണപിള്ളയാണ്. ഓക്കെ, പി കൃഷ്ണപിള്ളയും എ കെ ഗോപാലനും കൃത്യമായിട്ട് അറിയുക, കേരളത്തിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ പ്രമുഖരാണ് എ കെ ഗോപാലൻ, പി കൃഷ്ണപിള്ള. ഇനി ഒരാളെ കൂടി അറിയുക, കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായ EMS നമ്പൂതിരിപ്പാട് എന്ന കാര്യം കൂടിയും അറിയുക. ഓക്കെ, ഇപ്പം കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ അറിയുക, എ കെ ഗോപാലൻ, പി കൃഷ്ണപിള്ള, EMS നമ്പൂതിരിപ്പാട് എന്ന കാര്യം കൂടിയും അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇതിൽ ആദ്യകാല നേതാക്കളിൽ സഖാവ് എന്ന വിശേഷണത്തിൽ അറിയപ്പെട്ട ഒരു വ്യക്തിത്വം കൂടിയാണ് പി കൃഷ്ണപിള്ള. ഓക്കെ, അതുകൊണ്ട് തന്നെ കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നും പി കൃഷ്ണപിള്ള അറിയപ്പെടുന്നു. പി കൃഷ്ണപിള്ള. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ആരെല്ലാം എന്ന് ചോദിച്ചാൽ അത് പി കൃഷ്ണപിള്ളയുമുണ്ട്, എ കെ ഗോപാലനുമുണ്ട്. ഓക്കെ, അതായത് പി കൃഷ്ണപിള്ളയുടെ സ്വദേശം വൈക്കമാണ്. ഓക്കെ, വൈക്കം കോട്ടയം ജില്ല എന്ന കാര്യം കൂടിയും അറിയുക. ഓക്കെ, അപ്പം പി കൃഷ്ണപിള്ളയുടെ ക്ഷണപ്രകാരമാണ് എ കെ ഗോപാലൻ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നത് എന്ന കാര്യം കൂടിയും അറിഞ്ഞിരിക്കുക. ഓക്കെയാണ്. അപ്പോൾ ഓർമ്മിക്കുക, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി അല്ലെങ്കിൽ പ്രധാന നേതാവ് അല്ലെങ്കിൽ വൈക്കം സത്യാഗ്രഹത്തിന്റെ സൂത്രധാരൻ എന്നൊക്കെ ചോദിച്ചാൽ എഴുതുക ടി കെ മാധവൻ എന്ന കാര്യം അറിയുക. ഓക്കെ, ഇനി തെറ്റരുത്, വൈക്കം സത്യാഗ്രഹത്തിന്റെ ആദ്യ ദിന നേതാക്കൾ, ആദ്യ ദിനം അതായത് വൈക്കം സത്യാഗ്രഹം കാലഘട്ടം വ്യക്തമായിട്ട് അറിയുക 1924-25 കാലഘട്ടത്തിലാണ്. ഓക്കെ, ഡേറ്റ് കൂടി വ്യക്തമായിട്ട് അറിയുക, 1924 മാർച്ച് 30 മുതൽ 1925 നവംബർ 23 വരെ 603 ദിവസം നീണ്ടുനിന്ന ഒരു മഹത്തായ സത്യാഗ്രഹം കൂടിയാണ് വൈക്കം സത്യാഗ്രഹം. ഓക്കെ, അപ്പം കാലഘട്ടം 1924 മാർച്ച് 30 മുതൽ 1925 നവംബർ 23 വരെ നീണ്ടുനിന്നു. എത്ര ദിവസം? അത് പ്രീവിയസ് ഇയർ ചോദ്യമാണ്. 603 ദിവസം. 603 ദിവസം നീണ്ടുനിന്ന സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം. ഓക്കെ, വൈക്കം സത്യാഗ്രഹം നടന്ന മേഖല ചോദിച്ചാൽ അത് മധ്യ തിരുവിതാംകൂർ മേഖല എന്ന കാര്യം അറിയുക. വൈക്കം സത്യാഗ്രഹം നടന്ന ജില്ല ചോദിച്ചാൽ അത് കോട്ടയം ജില്ലയാണ്.
വൈക്കം സത്യാഗ്രഹം നടന്ന കായൽ തീരം എന്ന് ചോദിച്ചാൽ അത് വേമ്പനാട്ട് കായലാണ്. ഓക്കെ, അപ്പൊ ഈ വൈക്കം മഹാദേവ ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. ഓക്കെ, അപ്പോൾ ഓർമ്മിക്കണം, വൈക്കം സത്യാഗ്രഹം ഏതു ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ച് നടന്നിരുന്നു? വൈക്കം മഹാദേവ ക്ഷേത്രം. ഓക്കെ, ഈ വൈക്കം മഹാദേവ ക്ഷേത്രം ഉൾപ്പെടുന്നത് ഏത് ദേവസ്വം ബോർഡിന്റെ കീഴിലാണ്? അറിയുക, തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ് കൂടിയാണ് മന്നത്ത് പത്മനാഭൻ. ഓക്കെ, തെറ്റരുത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ് ആണ് മന്നത്ത് പത്മനാഭൻ എന്ന കാര്യം കൂടിയും ഓർമ്മയിൽ കൊണ്ടുവരും. ഓക്കെ, ഈ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് അഷ്ടമി. വ്യക്തമായിട്ട് അറിയുക, അഷ്ടമി കേരളത്തിലെ ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഓർമ്മിക്കണം, അത് വൈക്കം ക്ഷേത്രമാണ്. ഇങ്ങനെ ഓർത്താൽ മതി, വൈക്കത്ത് അഷ്ടമി, വൈക്കത്ത് അഷ്ടമി. ഓക്കെ, അവിടെ മുൻകാലമായിട്ട് ചോദിച്ചാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് മുൻകാലമായിട്ടുള്ള ആഘോഷങ്ങൾ വ്യക്തമാക്കുക. ഓക്കെ, ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആഘോഷം അത് ഏകാദശിയാണ്, ഏകാദശി. ഓക്കെ, എന്നാൽ അവിടെയും തെറ്റാതിരിക്കാൻ വേണ്ടി മാത്രം ഒന്ന് അറിയുക, സ്വർഗവാതിൽ ഏകാദശി ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്വർഗവാതിൽ ഏകാദശി ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ 3 ആഘോഷങ്ങൾ വ്യക്തമാക്കി. വൈക്കം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആഘോഷം അത് അഷ്ടമിയാണ്. ഗുരുവായൂര് ആണെങ്കിൽ ഓർമ്മിക്കുക ഏകാദശി. അത് കണക്ട് ചെയ്ത് നമ്മൾ ഒരു പോയിന്റോട് പഠിച്ചു. സ്വർഗവാതിൽ ഏകാദശി ഏത് ക്ഷേത്രവുമെന്ന് ചോദിച്ചാൽ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം തിരുവനന്തപുരമാണ്. ഓക്കെ, ഗുരുവായൂർ ആണെങ്കിൽ തൃശ്ശൂർ എന്ന കാര്യം കൂടിയും അറിയുക. ഓക്കെ, മറ്റൊരു മുൻകാല ചോദ്യമാണ്, ഓർമ്മിക്കാം, ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം ഏടര പൊന്നാന, ഏടര പൊന്നാന എഴുന്നള്ളത്താണ്. ഓക്കെ, ഏറ്റുമാനൂരും കോട്ടയം ജില്ല എന്ന കാര്യം കൂടിയും അറിയുക. ഓക്കെ, പിന്നെ മുൻകാലമായിട്ടുള്ളത് ഓച്ചിറക്കളി. ഓച്ചിറക്കളി 12 വിളക്ക്. ഇതിലെ പ്രീവിയസ് 12 വിളക്കാണ്. വ്യക്തമാക്കുക, 12 വിളക്ക് ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം കൊല്ലം ജില്ല എന്ന കാര്യം കൂടിയും ഓർമ്മയിൽ കൊണ്ടുവരും. ഓക്കെ, അതുപോലെ തന്നെ പ്രീവിയസ് ആണ് മകം തൊഴൽ. മകം തൊഴൽ ഏത് ക്ഷേത്രത്തിലെ ആഘോഷമാണ്? മകം തൊഴലാണെങ്കിൽ ചോറ്റാനിക്കര. മകം തൊഴൽ ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചോറ്റാനിക്കര എന്ന കാര്യം കൂടിയും ഓർമ്മയിലേക്ക് കൊണ്ടുവരും. ഓക്കെ, ചോറ്റാനിക്കര എറണാകുളം ജില്ലയിൽ എന്ന കാര്യം കൂടിയും അറിയുക. ഓക്കെ, ഇനി ഓർമ്മിക്കാം, പൊങ്കാലയ്ക്ക് പ്രശസ്തമായ കേരളത്തിലെ ക്ഷേത്രമാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം, തിരുവനന്തപുരം ജില്ലയിലാണ് ആറ്റുകാൽ പൊങ്കാല. ഓക്കെ, സ്ത്രീകളുടെ ശബരിമല, സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആഘോഷം കൂടിയാണ് ആറ്റുകാൽ പൊങ്കാല എന്ന കാര്യം കൂടിയും വ്യക്തമായിട്ട് അറിയുക. ഓക്കെ, അപ്പം വൈക്കം സത്യാഗ്രഹം നടന്ന ക്ഷേത്രം വൈക്കം മഹാദേവ ക്ഷേത്രം. വൈക്കം സത്യാഗ്രഹം നടന്ന കായൽ തീരം വേമ്പനാട്ട് കായൽ തീരം എന്ന കാര്യം കൂടിയും വ്യക്തമായിട്ട് അറിയുക. വൈക്കം സത്യാഗ്രഹം മേഖല മധ്യ തിരുവിതാംകൂർ മേഖല, ജില്ല കോട്ടയം ജില്ല എന്ന കാര്യം കൂടിയും ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, ഇനി ഓർമ്മിക്കുക, എന്തിനു വേണ്ടിയായിരുന്നു വൈക്കം സത്യാഗ്രഹം? ഓക്കെ, വൈക്കം ക്ഷേത്രത്തിന്, അതായത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള നടവഴികൾ ജാതി മത ഭേദമന്യേ എല്ലാവർക്കുമായി തുറന്നു നൽകുക, അതായത് സഞ്ചരിക്കാനുള്ള അനുവാദമായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന്റെ ആവശ്യം. ഓക്കെ, അപ്പോൾ ഓപ്ഷനിൽ പ്രസ്താവന ചോദ്യത്തിൽ കാണും ക്ഷേത്ര പ്രവേശനമായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന ലക്ഷ്യം. തെറ്റാണ്. ക്ഷേത്ര പ്രവേശനമായിരുന്നില്ല, ക്ഷേത്ര നിരത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യമായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന ലക്ഷ്യം. ഓക്കെ, ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടി നടന്ന കേരളത്തിലെ ഒരു പ്രധാന സത്യാഗ്രഹം അത് ഗുരുവായൂർ സത്യാഗ്രഹം എന്ന കാര്യം കൂടിയും ഓർമ്മിക്കുക. ഓക്കെ, അപ്പോൾ 1924 മാർച്ച് 30 കുഞ്ഞാപ്പി, ബാഹുലയൻ, ഗോവിന്ദ പണിക്കർ എന്നീ 3 യുവാക്കൾ ആരംഭിച്ച കേരളത്തിലെ സമരം മുൻകാല ചോദ്യമാണ്. ഓക്കെ, ഒരു തവണ കൂടി 1924 മാർച്ച് 30 കുഞ്ഞാപ്പി, ബാഹുലയൻ, ഗോവിന്ദ പണിക്കർ എന്നീ 3 യുവാക്കൾ ചേർന്ന് ആരംഭിച്ച കേരളത്തിലെ സമരം ആൻസർ വൈക്കം സത്യാഗ്രഹം എന്ന കാര്യം അറിയുക. എന്നാൽ പ്രധാന നേതാവ് എന്ന് മാത്രം ചോദിച്ചാൽ ടി കെ
മാധവൻ. ടി കെ മാധവൻ. ഓക്കെ, പ്രധാന നേതാവ് എന്ന് വെച്ചാൽ ടി കെ മാധവൻ എഴുതുക. ഓക്കെ, ഇനി വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട നേതാക്കൾ ആരെല്ലാം എന്നൊരു മുൻകാന്നാണ് ഒരു ചോദ്യം വന്നാല് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധമുള്ള നേതാക്കളുടെ പേരുകൾ അറിയുക. ഓക്കെ, അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ മാധവനെ ഓർമ്മിച്ചു. ഓക്കെ, അതുപോലെ തന്നെ കേളപ്പനാണ്, കേളപ്പൻ. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു പ്രമുഖ നേതാവാണ് KP കേശവ മേനോൻ. KP കേശവ മേനോൻ കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന KP കേശവ മേനോനും വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാക്കളിൽ പെടുന്നു. ഓക്കെ, ദെൻ CV കുഞ്ഞിരാമൻ. ഓക്കെ, കേരള കൗമുദി പത്രത്തിന്റെ സ്ഥാപകൻ കൂടിയാണ് CV കുഞ്ഞിരാമൻ എന്ന കാര്യം കൂടിയും വ്യക്തമായിട്ട് അറിയുക. ഓക്കെ, അതുപോലെ തന്നെ C കൃഷ്ണൻ വ്യക്തമായിട്ട് അറിയുക. തളി ക്ഷേത്ര പ്രക്ഷോഭത്തിന്റെ പ്രധാന നേതാക്കളിൽ ഒരാൾ കൂടിയാണ് C കൃഷ്ണൻ. ഓക്കെ, ഓർമ്മിക്കണം, തളി ക്ഷേത്ര പ്രക്ഷോഭം 1917 കോഴിക്കോട് ജില്ലയിൽ നടന്നു എന്ന കാര്യം കൂടിയും അറിയുക. ഓക്കെ, അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാക്കൾ TK മാധവൻ, കേളപ്പൻ, KP കേശവ മേനോൻ, CV കുഞ്ഞിരാമൻ, C കൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, എന്നാൽ ആദ്യ ദിന നേതാക്കളെ തെറ്റരുത്. അത് കുഞ്ഞാപ്പി, ബാഹുലയൻ, ഗോവിന്ദ പണിക്കർ എന്ന കാര്യം കൂടി വ്യക്തമായിട്ട് അറിയുക. ഓക്കെ, കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ അയിത്തത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത സമരം കൂടിയാണ് വൈക്കം സത്യാഗ്രഹം. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ തന്നെ അയിത്തത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത സമരം, അയിത്തത്തിനെതിരെ നടന്ന ആദ്യ സംഘടിതം എന്ന് വെച്ചാൽ എല്ലാ ജനങ്ങളും ക്ഷേത്ര പ്രവേശനം, ക്ഷേത്രത്തിന് നടപ്പാതകള് സഞ്ചാര സ്വാതന്ത്ര്യം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുജനങ്ങള് ഒത്തുകൂടി ഒരു സമരം നടത്തി. ഓക്കെ, അതുകൊണ്ടാണ് ആദ്യത്തെ അയിത്തത്തിനെതിരെയുള്ള സംഘടിത സമരം എന്ന് വൈക്കം സത്യാഗ്രഹം അറിയപ്പെടുന്നത്. ക്ലിയർ? ഈ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി രണ്ടാം തവണ കേരളത്തിൽ വരുന്നത്. ഓക്കെ, വൈക്കം സത്യാഗ്രഹ പരിഹാരത്തിന് വേണ്ടി. ഓക്കെ, അപ്പോൾ ഗാന്ധിജി 5 തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്. അവിടെ ഒരു മുൻകാല ചോദ്യമായതുകൊണ്ട് ഓർമ്മിക്കുക, ഗാന്ധിജി കേരളത്തിൽ വന്ന വർഷങ്ങളിൽ പെടാത്തത് ഏത്? ഓക്കെ, അപ്പോൾ ഗാന്ധിജി വന്ന വർഷങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഗാന്ധിജി വന്ന വർഷങ്ങൾ 1920, 1925, 1927, 1934, 1934, 1937 തുടങ്ങി 5 വർഷങ്ങൾ ഓർമ്മിക്കാം. 20, 25, 27, 34, 37 5 തവണ കേരളത്തിൽ ഗാന്ധിജി വന്നിട്ടുണ്ട്. അതിൽ രണ്ടാം തവണ വന്നതിന്റെ ലക്ഷ്യം വൈക്കം സത്യാഗ്രഹ പരിഹാരത്തിന് വേണ്ടി എന്ന കാര്യം കൂടിയും അറിയുക. ഓക്കെ, ഇനി വൈക്കം സത്യാഗ്രഹത്തിന് ഏറ്റവും കൂടുതൽ തവണ ചോദിക്കുന്ന ഭരണാധികാരികളാണ്, തെറ്റാതെ അറിയുക. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് 2 തിരുവിതാംകൂർ ഭരണാധികാരികളുടെ പേരുകൾ വ്യക്തമാക്കേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, കാര്യം സമരം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീമൂലം തിരുനാൾ രാമവർമ്മയാണ്. ഓക്കെ, അദ്ദേഹം 1924 ഓഗസ്റ്റിൽ നാട് നീങ്ങുന്നു. തുടർന്ന് അടുത്ത ഭരണാധികാരി വരുന്നു, അവരുടെ പേരാണ് റാണി സേതു ലക്ഷ്മി ഭായ്. പേരൊന്നുകൂടി, റാണി സേതു ലക്ഷ്മി ഭായ് എന്ന കാര്യം കൂടിയും ഓർമ്മിക്കുക. ഓക്കെ, അപ്പം തെറ്റരുത്. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ രാജാവ് ശ്രീമൂലം തിരുനാൾ രാമവർമ്മയും വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ റാണി സേതു ലക്ഷ്മി ഭായ് എന്ന കാര്യം കൂടിയും വ്യക്തമായിട്ട് അറിയുക. ഓക്കെ, അപ്പോൾ ഓർമ്മിക്കണം, തിരുവിതാംകൂറിലെ അവസാനത്തെ വനിതാ ഭരണാധികാരി കൂടിയാണ് ആരാ പറഞ്ഞേ? റാണി സേതു ലക്ഷ്മി ഭായ് എന്ന കാര്യം കൂടിയും ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ഒന്നാമത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ട് അറിയുക. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോവുകയാണ്. വ്യക്തമായിട്ട് അറിയുക. ചോദ്യം: 1817 ഗൗരി പാർവതി ഭായ് പുറപ്പെടുവിച്ച വിളംബരത്തിൽ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു? ഓക്കെ, ഇത് അടുത്ത കാലത്ത് റീസെന്റ് ആയിട്ട് ചോദിച്ച ഒരു മുൻകാല ചോദ്യമാണ്. കൃത്യമായിട്ട് അറിയുക, പാർവതി ഭായുമായി ബന്ധപ്പെട്ടതാണ്. പാർവതി ഭായ് തിരുവിതാംകൂർ രാജവംശവുമായി ബന്ധപ്പെട്ട ഒരു റീജന്റ് ഭരണാധികാരി എന്ന കാര്യം അറിയുക. ഓക്കെ, നമുക്ക് അത് എന്തൊക്കെയാണ് എന്ന കാര്യം അറിയുക. ഓക്കെ, ഒന്ന്, ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം. ഓക്കെ, 2, മരുമക്കത്തായത്തിനെതിരെയുള്ള നിയമങ്ങൾ. മരുമക്കത്തായ സമ്പ്രദായത്തിനെതിരെയുള്ള നിയമങ്ങൾ. ഓക്കെ, മൂന്നാമത്തത് ഏകീകൃതമായ
ശിക്ഷാവിധികൾ ഏകീകൃതമായ ഒത്തൊരുമയോട് കൂടിയ ശിക്ഷാവിധികൾ. ദെൻ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള ആൻസർ ഓർമ്മിക്കുക ഡി ഓപ്ഷൻ ആണ്. ഡി ഓപ്ഷൻ ആണ്. പ്രൈമറി അതായത് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കി. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി. അപ്പൊ ഭരണാധികാരിയിലോട്ട് കടക്കുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന പ്രസ്താവന ആരൊക്കെ എന്നാണ്, ഏത് ഭരണാധികാരിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം അറിയുക. അപ്പോൾ ഗൗരി പാർവതിയുമായി ബന്ധപ്പെട്ട് മനസ്സിലായി പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി. നമുക്ക് ഒന്നാമത്തെ പ്രസ്താവനയോട്ട് വരാം. അതിൽ ഒന്നാമത്തത് ചാന്നാർ സ്ത്രീകൾക്ക് മാറമറയ്ക്കാനുള്ള അവകാശം നൽകിയ ഭരണാധികാരി അറിയുക. അത് ഉത്രം തിരുനാൾ മാർത്താണ്ഡ വർമ്മയാണ്. തെറ്റരുത്. ചാന്നാർ സ്ത്രീകൾക്ക് മാറമറയ്ക്കാനുള്ള അനുവാദം നൽകിയ രാജാവ് ഉത്രം തിരുനാൾ മാർത്താണ്ഡ വർമ്മയാണ്. ആ വർഷം കൂടി ഒന്ന് അറിയുക, പ്രീവിയസ് ആണ്. 1859 ജൂലൈ 26-നാണ് ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം വിളംബരത്തിലൂടെ പുറപ്പെടുവിച്ചത്. വിളംബരത്തിലൂടെ പുറപ്പെടുവിച്ച രാജാവിന്റെ പേര് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഉത്രം പഠിക്കുമ്പോൾ തെറ്റരുത്. തിരുവിതാംകൂർ രാജവംശത്തിന്റെ സ്ഥാപകനുണ്ട്, അത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. രണ്ട് മാർത്താണ്ഡവർമ്മ പഠിച്ചു. തിരുവിതാംകൂർ രാജവംശത്തിന്റെ സ്ഥാപകൻ അല്ലെങ്കിൽ ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്ന് ചോദിച്ചാല് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. എന്നാൽ ചാന്നാർ സ്ത്രീകൾക്ക് മാറമറയ്ക്കാനുള്ള അനുവാദം നൽകിയ, അതൊരു വിളംബരത്തിലൂടെ പുറപ്പെടുവിച്ച ഭരണാധികാരി അത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുമാണ്. ഇത് രണ്ടും ഭരണാധികാരികളാണ്. അനിഴം തിരുനാളും ഉത്രം തിരുനാളും. ഇനി മറ്റൊരു മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ രാജവംശവുമായി ബന്ധപ്പെട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്നാണ്. ഓപ്ഷനിലൊക്കെ കാണാറുണ്ട്, അതുകൊണ്ട് വ്യക്തമായിട്ട് ആ പേര് കൂടി പഠിക്കുക. ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഭരണാധികാരി അല്ല. അദ്ദേഹം ഒരു ആയിരുന്ന വ്യക്തിയാണ്. ആരാ പറഞ്ഞേ? ഉത്രാടം തിരുനാൾ. അതായത് തിരുവിതാംകൂർ സിംഹാസനത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ സഹോദരൻ കൂടിയാണ് ആര്? ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ന കാര്യം കൂടിയും ഓർമ്മിക്കുക. ഇപ്പോൾ 3 മാർത്താണ്ഡവർമ്മ വ്യക്തമായിട്ട് അറിയുക. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ, ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ, ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ പറയുമ്പോൾ ഒരു മുൻകാല ചോദ്യം ഓർമ്മിക്കാം. അയ്യപ്പൻ മാർത്താണ്ഡ പിള്ള. അയ്യപ്പൻ മാർത്താണ്ഡ പിള്ള. അയ്യപ്പൻ മാർത്താണ്ഡ പിള്ള കൃത്യമായിട്ട് ഓർമ്മിക്കുക. അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയാണ് വർക്കല പട്ടണം സ്ഥാപിച്ചത്. വർക്കല പട്ടണം സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ അയ്യപ്പൻ മാർത്താണ്ഡ പിള്ള. അയ്യപ്പൻ മാർത്താണ്ഡ പിള്ള. ഡൗട്ട് വയ്ക്കേണ്ട. വർക്കല തുരുത്താണെങ്കിൽ ശേഷയ്യ ശാസ്ത്രിയാണ്. വർക്കല തുരുത്താണെങ്കിൽ ശേഷയ്യ ശാസ്ത്രിയാണ്. പ്രീവിയസ് ആണ്. വർക്കല ശിവഗിരി സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ജില്ലയാണ്. വർക്കല ശിവഗിരി സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ജില്ലയാണ്. അപ്പൊ ചാന്നാർ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഉത്രം തിരുനാളിനെ പരിചയപ്പെട്ടു. ഇനി രണ്ടാമത്തത് മരുമക്കത്തായ. മരുമക്കത്തായക്ക് എതിരെയുള്ള നിയമങ്ങൾ. മരുമക്കത്തായ അതായത് അമ്മ വഴിയുള്ള തായ്വേരിന് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്ന ഒരു സമ്പ്രദായമാണ് മരുമക്കത്തായ സമ്പ്രദായം. പണ്ട് തിരുവിതാംകൂർ രാജവംശം സ്ഥാപിതമായപ്പോൾ മാർത്താണ്ഡവർമ്മയിൽ മരുമക്കത്തായ സമ്പ്രദായം അനുസരിച്ചാണ് തിരുവിതാംകൂർ ഭരണാധികാരി ആകുന്നത്. അല്ലേ? അതായത് രാമവർമ്മ വേണാടിലെ അവസാനത്തെ രാജാവായിരുന്ന രാമവർമ്മ മാർത്താണ്ഡവർമ്മയുടെ അമ്മാവനായിരുന്നു എന്ന കാര്യം കൂടിയും അറിയുക. അങ്ങനെ ഉണ്ടായിരുന്ന ഈ മരുമക്കത്തായ സമ്പ്രദായം പൂർണ്ണമായിട്ടും തിരുവിതാംകൂറിൽ നിർത്തലാക്കപ്പെടുന്നു. അത് നിർത്തലാക്കിയത് ഏത് ഭരണാധികാരിയുടെ കാലഘട്ടത്ത് എന്ന് ചോദിച്ചാൽ ഓർമ്മിക്കണം, നമ്മൾ ആ പേരൊരിക്കൽ പരിചയപ്പെട്ടതാണ്. തിരുവിതാംകൂറിലെ അവസാനത്തെ വനിതാ ഭരണാധികാരി പേര് റാണി സേതു ലക്ഷ്മിഭായ്. പേര് റാണി സേതു ലക്ഷ്മിഭായ്. അപ്പൊ മരുമക്കത്തായ്ക്ക് എതിരെ അത് നിർത്തലാക്കുകയും അതിനെതിരായിട്ടുള്ള നിയമങ്ങൾ നടപ്പിലാക്കുകയും ചെയ്ത ഭരണാധികാരിയാണ് റാണി സേതു ലക്ഷ്മിഭായ് എന്ന കാര്യം കൂടിയും ഓർമ്മയിലേക്ക് കൊണ്ടുവരിക.
ദെൻ മൂന്നാമത്തെ ഓപ്ഷൻ ഏകീകൃതമായ ശിക്ഷാവിധികൾ. ഓക്കെ, ഏകീകൃതമായ ശിക്ഷാവിധികൾ സ്വാതി തിരുനാൾ രാമവർമ്മയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ഏകീകൃതമായ ശിക്ഷാവിധികൾ സ്വാതി തിരുനാളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അറിയുക, ആധുനിക തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം, ആധുനിക തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാൾ രാമവർമ്മയുടെ കാലഘട്ടം എന്ന കാര്യം കൂടിയും വ്യക്തമായിട്ട് അറിയുക. ഓക്കെ, തിരുവിതാംകൂറിൽ നിയമവ്യവസ്ഥകൾക്ക് വളരെയധികം പ്രാധാന്യം നൽകിയ ഒരു ഭരണാധികാരി കൂടിയാണ് സ്വാതി തിരുനാൾ രാമവർമ്മ. ഓക്കെ, ബ്രിട്ടീഷ് മാതൃകയിലുള്ള പല ഭരണ സംവിധാനങ്ങളും നിയമ സംഹിതകളും തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ഒരു മഹാരാജാവ് കൂടിയാണ് സ്വാതി തിരുനാൾ എന്ന കാര്യം ഓർമ്മയിൽ കൊണ്ടുവരിക. ഓക്കെയാണ്, ഈ നിയമകാര്യങ്ങളിൽ സ്വാതിയെ സഹായിച്ച വ്യക്തിയാണ് അറിയുക കണ്ടൻ മേനോൻ. ഓക്കെ, അദ്ദേഹത്തിന്റെ നിയമകാര്യ മന്ത്രിയാണ് കണ്ടൻ മേനോൻ എന്ന കാര്യം കൂടിയും ഓർമ്മയിൽ കൊണ്ടുവരാം. ഓക്കെ, ഇദ്ദേഹത്തിന്റെ പ്രത്യേകത പെറ്റി പോലീസ് കേസുകള്, സിവിൽ കേസുകള് ഇവയെല്ലാം പരിഗണിക്കാൻ വേണ്ടി തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് മുൻസിഫ് കോടതികൾ സ്ഥാപിച്ചത് സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ കാലഘട്ടത്താണ്. ഓക്കെ, ജില്ലാ കോടതികൾ, അപ്പീൽ കോടതികൾ ആദ്യം തൊട്ടേ ഉണ്ട്. സ്വാതിയുടെ മാതാവാണ് സ്ഥാപിച്ചത്. ഓക്കെ, റാണി ഗൗരി ലക്ഷ്മി ഭായ് ആണ് സ്വാതിയുടെ മാതാവ്. ഓക്കെ, ജില്ലാ കോടതികൾ, അപ്പീൽ കോടതികള് റാണി ഗൗരി ലക്ഷ്മിയുടെ കാലത്തേ ഉണ്ട്. ഓക്കെ, എന്നാൽ അതിനെല്ലാം ഒന്നുകൂടി മോഡി പഠിപ്പിച്ച്, അതായത് ഒന്നുകൂടി ഏകീകരിച്ചുകൊണ്ട് ഒരു കോടതി ത്രയം. ഓക്കെ, അതായത് 3 ജുഡീഷ്യൽ സംവിധാനങ്ങളെ ഒന്നിപ്പിക്കുന്നു. അതായത് ജില്ലാ കോടതി, അപ്പീൽ കോടതി, പിന്നെ സ്വാതി സ്ഥാപിച്ച മുൻസിഫ് കോടതി. ഓക്കെ, ഇവയെല്ലാം ഒന്നിപ്പിച്ചുകൊണ്ട് ഒരു ത്രിതല ജുഡീഷ്യൽ സംവിധാനം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ഒരു ഭരണാധികാരി കൂടിയാണ് സ്വാതി തിരുനാൾ രാമവർമ്മ എന്ന കാര്യം ഓർമ്മിക്കാം. അതുകൊണ്ട് തന്നെ ഏകീകൃതമായ ശിക്ഷാവിധികൾ എന്ന് ചോദിച്ചാൽ സ്വാതി തിരുനാളിനെ ആൻസർ ആയിട്ട് എഴുതുക. ഓക്കെയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഒരു ഭരണാധികാരി എന്ന രീതിയിൽ തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് ഒരു നിയമ സംഹിത പ്രസിദ്ധീകരിച്ചതും സ്വാതി തിരുനാളിന്റെ ഭരണകാലത്താണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഭരണ നേട്ടമാണ്. തിരുവിതാംകൂറിൽ ഒരു ഭരണാധികാരി എന്ന നിലയിൽ ആദ്യത്തെ നിയമ സംഹിത സ്വാതിയുടെ ഭരണകാലത്താണ്, 1836. ഓക്കെ, അതുവരെയും തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് ഒരു എഴുതപ്പെട്ട നിയമ സംഹിതയുണ്ട്. അത് മുൻകാല ചോദ്യമാണ്, അത് തെറ്റരുത്. അത് ചട്ടവരിയോലകളാണ്. ഓക്കെ, ചട്ടവരിയോലകൾ. ഓക്കെ, അത് ഭരണാധികാരി അല്ല നിർമ്മിച്ചത്. ഓക്കെ, അത് തിരുവിതാംകൂറിലെ മന്ത്രി, അതായത് ദിവാൻ ആയിരുന്ന, അതായത് തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രിമാരാണ് ദിവാനും ദളവയും, അല്ലെ ദിവാൻ ഓർ ദളവ. ഓക്കെ, അപ്പൊ അത് നിർമ്മിച്ചത് ദിവാൻ കൂടിയായ കേണൽ മൺട്രോ എന്ന കാര്യം ഓർമ്മിക്കുക. ഓക്കെയാണ്. അപ്പോൾ 6ാമത്തെ രാജാവിന്റെ കാലത്താണ് സ്വാതി, തിരുവിതാംകൂറിലെ 6ാമത്തെ ഭരണാധികാരിയാണ്. സ്വാതി തിരുനാളിന്റെ കാലത്താണ് ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് ആദ്യത്തെ നിയമസംഹിത പ്രസിദ്ധീകരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ തൊട്ടടുത്ത വർഷം, അതായത് 1837 ആധുനിക ലിപി വിളംബരം പ്രസിദ്ധപ്പെടുത്തിയ ഭരണാധികാരി, ആധുനിക ലിപി വിളംബരം എന്ന് ചോദിച്ചാലും എഴുതുക സ്വാതി തിരുനാൾ രാമവർമ്മ എന്ന കാര്യം കൂടിയും വ്യക്തമാക്കുക. ഓക്കെ, ചോദ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്താണ് ഓപ്ഷനിലുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ആ ഭരണാധികാരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അറിയുക. ഓക്കെ, നമ്മുടെ തിരുവിതാംകൂർ സിംഹാസനം എടുക്കുമ്പോൾ മൊത്തം 12 ഭരണാധികാരികളാണ് ഉള്ളത്. ഓക്കെ, ഈ 12 പേരെന്ന് പറയുമ്പോൾ താൽക്കാലിക ഭരണാധികാരികൾ ഉൾപ്പെടെയാണ്. താൽക്കാലിക ഭരണാധികാരികളാണ് റീജന്റുമാർ എന്നറിയപ്പെട്ടു. ഓക്കെ, റീജന്റ് ഭരണാധികാരികൾ. ഓക്കെ, ഈ 12 പേരിൽ 3 പേര് റീജന്റ് ആണ്. ഓക്കെ, ആ 3 പേരും വനിതകളാണ്. ഓക്കെ, 12 ഭരണാധികാരികളിൽ 3 പേര് താൽക്കാലിക ഭരണാധികാരികൾ. ഓക്കെ, ആ 3 താൽക്കാലിക ഭരണാധികാരികളും വനിതകളാണ്. ഓക്കെ, അതായത് 3 വനിതകള് തിരുവിതാംകൂറിൽ വരുന്നത് അനന്തരാവകാശികളുടെ അഭാവത്തിൽ എന്ന കാര്യം ഓർമ്മിക്കുക. ഓക്കെ, ഒന്ന് ആദ്യത്തെ ഭരണാധികാരി സ്വാതിയുടെ അഭാവത്തിൽ, അനന്തരാവകാശിയായ സ്വാതിയുടെ അഭാവത്തിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 3 വനിതാ ഭരണാധികാരികളുടെ പേരുകൾ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, അതിൽ ഒന്നാമത്തത്
റാണി ഗൗരി ലക്ഷ്മി ഭായ്. ഓക്കെ, 2 റാണി ഗൗരി പാർവതി ഭായ്. ഓക്കെ, 3 നമ്മൾ പഠിച്ച് റാണി സേതു ലക്ഷ്മി ഭായ്. ഓക്കെ, അപ്പൊ ഈ പേരുകള് ഓപ്ഷൻ നോക്കി നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു തന്നെ വയ്ക്കണം. ഓക്കെ, കാര്യം ഓപ്ഷൻ നോക്കിയാൽ എല്ലാം റാണിമാരായിരിക്കും. ഓക്കെ, ഇപ്പൊ 3 വനിതകളുണ്ട്, റാണി ഗൗരി ലക്ഷ്മി ഭായ്, റാണി ഗൗരി പാർവതി ഭായ്, ദെൻ എന്താണ് മൂന്നാമത്തെ വനിതയും അവസാനത്തെ വനിതാ ഭരണാധികാരിയുമാണ് റാണി സേതു ലക്ഷ്മി ഭായ് എന്ന കാര്യം കൂടിയും അറിയുക. ഓക്കെ, ഓർമ്മിക്കുക, തിരുവിതാംകൂറിൽ അനന്തരാവകാശികളുടെ അഭാവത്തിൽ 1810 ആദ്യമായിട്ട് ഒരു വനിതാ ഭരണാധികാരി അധികാരമേൽക്കുന്നു. അവരുടെ പേരാണ് റാണി ഗൗരി ലക്ഷ്മി ഭായ്. റാണി ഗൗരി ലക്ഷ്മി ഭായ്. ഭരണകാലഘട്ടം 1810 മുതൽ 1815 വരെ. ഓക്കെ, ഇവർക്ക് ഒരുപാട് നേർച്ച കാഴ്ചകളുടെ ഭാഗമായിട്ട് ഇവർക്കൊരു മകൻ ജനിക്കുന്നു 1813. ഓക്കെ, റാണി ഗൗരി ലക്ഷ്മി ഭായിയുടെ മകനാണ് സ്വാതി തിരുനാൾ രാമവർമ്മ. സ്വാതി തിരുനാൾ രാമവർമ്മ. ഓക്കെ, 13 സ്വാതി ജനിക്കുന്നു. അതായത് ഭരണാധികാരി ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ താൽക്കാലികമായിട്ട്, അതായത് റീജന്റ് ആയിട്ട്, അതായത് വയസ്സ് തികയാത്തത് കൊണ്ട് താൽക്കാലികമായിട്ട് ഭരണം നടത്താനേ കഴിയത്തുള്ളൂ. ഓക്കെ, അതായത് 1813 മുതൽ നാട് നീങ്ങുന്നു. അതായത് 15 നാട് നീങ്ങി മരണപ്പെടുന്നു. ഓക്കെ, 15 വരെയും എന്തായിരുന്നു? റീജന്റ് ആയിട്ടാണ് ഭരണം നടത്തിയത്. ഓക്കെ, 15 റാണി ഗൗരി ലക്ഷ്മി ഭായ് മരണപ്പെടുന്നു. ഇവിടെ സ്വാതിക്ക് വയസ്സുമായിട്ടില്ല, 2 വയസ്സേ ആയിട്ടുള്ളൂ. ഓക്കെ, തുടർന്ന് റാണി ഗൗരി ലക്ഷ്മി ഭായിയുടെ സഹോദരിയായ റാണി ഗൗരി പാർവതി ഭായ് തിരുവിതാംകൂർ ഭരണാധികാരി ആകുന്നു. ഓക്കെ, തിരുവിതാംകൂറിലെ 2ാമത്തെ വനിത, തിരുവിതാംകൂറിലെ ആദ്യ മുഴുവൻ സമയ റീജന്റ് ഭരണാധികാരി എന്നൊക്കെ ചോദിച്ചാല് റാണി ഗൗരി പാർവതി ഭായ് ആണ്. ഓക്കെ, അപ്പോൾ 2 സഹോദരിമാരാണ്, റാണി ഗൗരി ലക്ഷ്മി ഭായും റാണി ഗൗരി പാർവതി ഭായും. ഓക്കെ, അവിടെ ഒരു മുൻകാല ചോദ്യം കൂടി, ബാല്യകാലത്ത് തന്നെ സ്വാതിക്ക് അമ്മയെ നഷ്ടമായി, അതുകൊണ്ട് ബാല്യകാലത്ത് സ്വാതി ഇരുന്നാളിന് ഉറക്കാൻ വേണ്ടി ആലപിച്ച ഒരു ഗാനമുണ്ട്, പ്രശസ്തമാണ്, ഒരു താരാട്ടുപാട്ടാണ്. ഓക്കെ, ഓമനത്തിങ്കൾ കിടാവോ. ഓക്കെ, ഈ ഓമനത്തിങ്കൾ കിടാവോ എന്ന ഗാനം രചിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് ഇരയമൻ തമ്പിയാണ്. ഓക്കെ, തിരുവിതാംകൂറിന്റെ ആസ്ഥാന കവി, സ്വാതി തിരുനാളിന്റെ ആസ്ഥാന കവി എന്നറിയപ്പെടുന്ന ഇരയമൻ തമ്പി എന്ന കാര്യം കൂടിയും വ്യക്തമായിട്ട് അറിയുക. ഓക്കെ, അപ്പോൾ ഓർമ്മിക്കുക, 3 ഭരണാധികാരികൾ. ഒന്നാമത്തത് റാണി ഗൗരി ലക്ഷ്മി ഭായ്, കാലഘട്ടം 1810 മുതൽ 1815 വരെ. ഓക്കെ, അതിലൊരു 4 പോയിന്റ് ഏറ്റവും പ്രാധാന്യമായിട്ട് അറിയുക. ഓക്കെ, ആ 4 പോയിന്റുകൾ ഞാൻ പറയാം. തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരി മുൻകാല ചോദ്യമാണ്. ഓക്കെ, തിരുവിതാംകൂറിലെ ആദ്യ റീജന്റ് ഭരണാധികാരി. ഓക്കെ, ഏറ്റവും കുറച്ചു കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി. ഏറ്റവും കുറച്ചു കാലം പഠിക്കുമ്പോൾ കൂടുതൽ കാലം കൂടി മനസ്സിൽ കൊണ്ടുവരിക. കൂടുതൽ കാലം മുൻകാല ചോദ്യമാണ്. ഏറ്റവും കൂടുതൽ കാലമാണെങ്കിൽ അത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. ഓക്കെ, ഈ കാർത്തിക തിരുനാള് കൂടുതൽ കാലം ഭരിച്ചത് കൊണ്ടാണ് ഇദ്ദേഹം കിഴവൻ രാജ എന്ന്, വയസ്സൻ രാജ എന്നൊക്കെ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് ഓർമ്മിക്കുക, ഏറ്റവും കുറച്ചു കാലം റാണി ഗൗരി ലക്ഷ്മി ഭായ്. 3 പോയിന്റും വ്യക്തമായിട്ട് ഓർമ്മിക്കാം. തിരുവിതാംകൂറിലെ ആദ്യ വനിത, തിരുവിതാംകൂറിലെ ആദ്യത്തെ റീജന്റ് ഭരണാധികാരി, ഏറ്റവും കുറച്ചു കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി. ഓക്കെ, തിരുവിതാംകൂറിൽ വാക്സിനേഷനും അലോപ്പതി ചികിത്സാ സമ്പ്രദായവും നടപ്പിലാക്കിയ ഭരണാധികാരി. പ്രീവിയസ് ഇയർ ചോദ്യമാണ്. ഓക്കെ, തിരുവിതാംകൂറിൽ വാക്സിനേഷനും അലോപ്പതി ചികിത്സാ സമ്പ്രദായവും നടപ്പിലാക്കിയ ഭരണാധികാരി എന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? റാണി ഗൗരി ലക്ഷ്മി ഭായ് എന്ന കാര്യം കൂടിയും വ്യക്തമായിട്ട് അറിയുക. 4 പോയിന്റും വ്യക്തമായിട്ട് അറിയുക. ഓക്കെ, ഇനി 2ാമത്തെ വനിത ഏറ്റവും പ്രധാനമാണ്, റാണി ഗൗരി പാർവതി ഭായ്. ഓക്കെ, ആ പാർവതിയുമായി ബന്ധപ്പെട്ട് ചോദിച്ചൊരു 4 മുൻകാല ചോദ്യങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ഇതിൽ കൂടെ ഒന്ന് അറിഞ്ഞിരിക്കും. ഓക്കെ, അതിൽ ഓർമ്മിക്കാം, തിരുവിതാംകൂറിലെ 2ാമത്തെ ഭരണാധികാരിയാണ്. ഓക്കെ, ഭരണാധികാരിയായിട്ട് വരുന്നത് 1915. ഓക്കെ, അതായത് സഹോദരി മരണപ്പെടുന്നു, അതായത് റാണി ഗൗരി ലക്ഷ്മി മരണപ്പെടുന്നു 15. അതേ തുടർന്ന് 15 ഭരണാധികാരി. ഓക്കെ, ആ ഭരണം പിന്നീട് സ്വാതി തിരുനാൾ മഹാരാജാവ് അധികാരമേൽക്കുന്നത് വരെ തുടർന്നു. വർഷം
1829. അപ്പോൾ ഏത് മുതൽ ഏത് വരെ? 1815 മുതൽ 1829 വരെയാണ് റാണി ഗൗരി പാർവതി ഭായിയുടെ ഭരണകാലഘട്ടം. ഈ പാർവതിയുടെ ഒരു പ്രത്യേകത, പാർവതി തിരുവിതാംകൂർ ഭരണാധികാരി ആയത് മുതൽ എന്നാണ്, റീജന്റ് തന്നെയാണ്. അപ്പം ചോദിച്ചിട്ടുണ്ട് തിരുവിതാംകൂറിലെ ആദ്യ മുഴുവൻ സമയ റീജന്റ് ഭരണാധികാരി. തെറ്റരുത്, തിരുവിതാംകൂറിലെ ആദ്യ മുഴുവൻ സമയ റീജന്റ് ഭരണാധികാരി എന്ന് ചോദിച്ചാല് റാണി ഗൗരി പാർവതി ഭായാണ്. നമ്മൾ നേരത്തെ പഠിച്ച് തിരുവിതാംകൂറിലെ ആദ്യ റീജന്റ് അത് ലക്ഷ്മിയാണ്. കാര്യം എന്താ? 1810 തൊട്ട് മകനായ സോതി ജനിച്ചത് വരെ ഭരണാധികാരി ആയിരുന്നു അല്ലേ? മകൻ ജനിച്ചതിന് ശേഷമാണ് റീജന്റ് ആയിട്ട് മാറിയത്. അതാണ് ആ രണ്ട് ചോദ്യത്തിന്റെയും വ്യത്യാസം എന്ന കാര്യം കൂടിയും ഓർമ്മിക്കുക. ഓക്കെ, പിന്നെ പാർവതിയോടുള്ള മറ്റൊരു ചോദ്യമാണ് വിദ്യാഭ്യാസം ഗവൺമെന്റിന്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ച ഭരണാധികാരി. മുൻകാല ചോദ്യമാണ്. ഓക്കെ, വിദ്യാഭ്യാസം ഗവൺമെന്റിന്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ചു. അതായത് വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയ ഒരു ഭരണാധികാരി കൂടിയാണ് പാർവതി ഭായ്. ഒക്കെയാണ്, അതായത് പ്രാഥമിക വിദ്യാഭ്യാസം ഇതിൽ തന്ന പ്രസ്ഥാനമാണ്. ഓക്കെ, പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി. ഓക്കെ, അത് തന്നെയാണ് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധവുമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി കൂടിയാണ് റാണി ഗൗരി പാർവതി ഭായ് എന്ന കാര്യം അറിയുക. ഓക്കെ, പണ്ട് താഴ്ന്ന ജാതിക്കാർക്ക് പൊന്നിലും വെള്ളിയിലും ആഭരണങ്ങൾ ധരിക്കണമെങ്കിൽ നികുതി അടയ്ക്കണമായിരുന്നു. ഓക്കെ, ഈ നികുതി വ്യവസ്ഥ ഏതെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ആ നികുതിയുടെ പേരാണ് അടിയറ പണം. അടിയറ പണം. ഓക്കെ, അപ്പോൾ ഓർമ്മിക്കുക, പൊന്നിലും വെള്ളിയിലുമുള്ള ആഭരണങ്ങൾ ധരിക്കാൻ വേണ്ടി നൽകിയിരുന്ന നികുതിയുടെ പേര് അടിയറ പണം. ഈ അടിയറ പണം എന്ന നികുതി നിർത്തലാക്കിയ ഭരണാധികാരി പാർവതി ഭായാണ്. പാർവതി ാണ്. ഓക്കെ, തിരുവിതാംകൂറിലെ എല്ലാ വ്യക്തികൾക്കും വീടിന്റെ പൂര ഓടുമേയാനുള്ള അനുമതി. അന്ന് എല്ലാവർക്കും ഓടൊന്നും മേയാനുള്ള അനുമതി ഇല്ല. ഓല, പുല്ല് ഇതൊക്കെയാണ് താഴ്ന്ന ജാതിക്കാർക്കൊക്കെ മേയാൻ അവകാശം ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, എന്നാൽ അന്ന് എല്ലാവരുടെയും പൂര ഓടമേയാനുള്ള അനുമതി നൽകിയതും പാർവതി ഭായാണ്. ഓക്കെ, അത്രയും കണ്ടന്റ് ഏറ്റവും പ്രാധാന്യമായിട്ട് ഓർമ്മിക്കാം പാർവതി ഭായുമായി ബന്ധപ്പെട്ട്. ഓക്കെ, ഇനി മൂന്നാമത്തെ വനിത റാണി സേതു ലക്ഷ്മി ഭായ് ആണ്. ഓക്കെ, റാണി സേതു ലക്ഷ്മി ഭായ് അറിയുക, ചിത്തിര തിരുനാൾ മഹാരാജാവ് അവസാനത്തെ രാജാവാണ്. ഓക്കെ, അദ്ദേഹത്തിന് പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് റീജന്റ് ആയിട്ട് ഭരണം നടത്തി. മൂന്നാമത്തെ വനിത, അവസാനത്തെ വനിതാ ഭരണാധികാരി. ഓക്കെ, ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് റാണി സേതുവുമായി ബന്ധപ്പെട്ട് ചോദിച്ച ഒരു 5 മുൻകാല ചോദ്യങ്ങൾ ഞാൻ ഇവിടെ ഉൾപ്പെടുത്താം, വ്യക്തമായിട്ട് അറിയുക. ഓക്കെ, വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ ഭരണാധികാരി. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി സന്ദർശിച്ച ഭരണാധികാരി. ആവർത്തന ചോദ്യമാണ്, വ്യക്തമായിട്ട് ഓർമ്മിക്കുക. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി സന്ദർശിച്ച ഭരണാധികാരി റാണി സേതു ലക്ഷ്മി ഭായ് എന്ന കാര്യം വ്യക്തമായിട്ട് അറിയുക. ഓക്കെ, ഇനി ഓർമ്മിക്കുക, ദേവദാസി സമ്പ്രദായം. ദേവദാസി സമ്പ്രദായം പണ്ട് ദേവസ്വം ക്ഷേത്രങ്ങളില്, പ്രധാനമായിട്ടും തെക്കൻ തിരുവിതാംകൂർ മേഖലയിൽ നിലനിന്നിരുന്ന ഒരു പ്രാകൃതമായിട്ടുള്ള ഒരു ആചാരമാണ് ദേവദാസി സമ്പ്രദായം. ഓക്കെ, അതായത് മാതാപിതാക്കൾക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചാല് ഒരു നിശ്ചിത പ്രായം കഴിയുമ്പോൾ ആ കുഞ്ഞിനെ ക്ഷേത്രത്തിന് ദാനമായിട്ട് നൽകുന്ന ഒരു പതിവാണ് ദേവദാസി സമ്പ്രദായം. ഓക്കെ, അതായത് ദേവന്റെ ദാസിയായിട്ട്. ഓക്കെ, പിന്നീട് ആ ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ, അതായത് ഇവിടുത്തെ ദേവന് ആവശ്യമായ പൂളൊക്കെ കളക്ട് ചെയ്ത്, പൂജയ്ക്ക് ആവശ്യമായ പൂളൊക്കെ കളക്ട് ചെയ്ത് ക്ഷേത്ര പരിസരമൊക്കെ തൂത്ത് വൃത്തിയാക്കി അവിടെ അങ്ങ് ജീവിച്ചോളണം. ഓക്കെ, ഈ ഒരു പ്രാകൃതമായിട്ടുള്ള ഒരു ആചാരമാണ് ദേവദാസി സമ്പ്രദായം. ഓക്കെ, അപ്പോൾ ഈ ദേവദാസി സമ്പ്രദായം തിരുവിതാംകൂറിൽ നിർത്തലാക്കുന്നത് റാണി സേതു ലക്ഷ്മി ഭായിയുടെ കാലത്താണ്. ഓക്കെ, അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന മൃഗബലി നിർത്തലാക്കി. ഓക്കെ, ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന മൃഗബലി ഏറ്റവും പ്രധാനമാണ്. ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി, മൃഗബലി നിർത്തലാക്കി, മരുമക്കത്തായ സമ്പ്രദായം നിർത്തലാക്കി. അപ്പോൾ 5 പോയിന്റ് നമ്മൾ റാണി സേതുവുമായി ബന്ധപ്പെട്ട് അടിച്ചു. 5 പ്രീവിയസ് ആണ്. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ ഭരണാധികാരി, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി സന്ദർശിച്ച ഭരണാധികാരി, ദേവസ്വം ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന പ്രാകൃത ആചാരമായ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി. ഓർമ്മിക്കുക, ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന മൃഗബലി നിർത്തലാക്കിയ ഭരണാധികാരി, മരുമക്കത്തായ സമ്പ്രദായം നിർത്തലാക്കി. ഓക്കെ, അപ്പോൾ വനിതകള് നമ്മൾ എന്താണ് ഏറ്റവും അടിസ്ഥാനമായിട്ട് പ്രീവിയസ് ആയിട്ട് ചോദിച്ച കണ്ടന്റുകൾ നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുകയും ചെയ്തു.
ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിൽ അത്രയും കാര്യങ്ങൾ അറിയുക. then മൂന്നാമത്തെ ചോദ്യത്തിലോട്ടാണ്. ഇതിപ്പം പ്രീവിയസ് നിന്നാണ്, റീസെന്റ് ആയിട്ടുള്ളതിൽ ട്രെൻഡിങ് ചോദ്യമാണ്, വ്യക്തമായിട്ട് അറിയുക, ആവർത്തനമായിട്ട് വരുന്ന ഒരു മേഖലയാണ്. ഓക്കെ, 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം. ഓക്കെ, ഏറ്റവും പ്രധാനമാണ് മഞ്ചേരി സമ്മേളനം. ഓക്കെ, ജില്ലാ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളനങ്ങളിലാണ്. ഓക്കെ, അത് കൃത്യമായിട്ട് അറിയുക. ഭരണ പരിഷ്കാരം. ഓക്കെ, രണ്ടാമത്തെ ഓപ്ഷൻ കുടിയാന്മ പ്രശ്നം. ഓക്കെ, 3 ജനസംഖ്യാനുപാത സംവരണം. ഓക്കെ, നാലാമത്തത് ഖിലാഫത്ത്. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട്, മഞ്ചേരിയുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള ആൻസർ നമുക്ക് നോക്കാം. ഓക്കെ, ശരിയായിട്ടുള്ള ആൻസർ അപ്പൊ ഇതിൽ കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നത് സമ്മേളനത്തിൽ മഞ്ചേരിയുമായി ബന്ധപ്പെട്ടതില് പെടാത്തത് ഏതാണ്? ഓക്കെ, അപ്പൊ കൂട്ടത്തിൽ പെടാത്തത് ജനസംഖ്യാനുപാത സംവരണമാണ്. ഓക്കെ, അവിടെ അതിൽ പെടുന്ന കാരണങ്ങള് ഭരണപരിഷ്കാരം വളരെ പ്രധാനമാണ്. ഭരണപരിഷ്കാരം, കുടിയാന്മ പ്രശ്നം, ഖിലാഫത്ത് തുടങ്ങിയവ ചർച്ച ചെയ്ത ജില്ലാ കോൺഗ്രസിന്റെ സമ്മേളനമാണ് 1920 മഞ്ചേരി സമ്മേളനം. 1920 മഞ്ചേരി സമ്മേളനം. ഓക്കെ, അപ്പോൾ എന്താണ് മലബാർ ജില്ലാ കോൺഗ്രസ് എന്നറിയുക. ഓക്കെ, എന്താണ് മലബാർ ജില്ലാ കോൺഗ്രസ് എന്ന് ചോദിച്ചാല് മലബാറിൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയും അതുപോലെ തന്നെ മലബാറിൽ ദേശീയ പ്രസ്ഥാനം എന്ന് വെച്ചാല് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമാണ് ദേശീയ പ്രസ്ഥാനം എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ മലബാറിൽ ദേശീയ പ്രസ്ഥാനത്തിന് കരുത്തു പകരുക എന്ന ലക്ഷ്യത്തോടു കൂടി സ്ഥാപിക്കപ്പെട്ട ഒരു കോൺഗ്രസിന്റെ ഉപ കമ്മിറ്റി അറിയപ്പെടുന്ന പേരാണ് മലബാർ ജില്ലാ കോൺഗ്രസ്. മലബാർ ജില്ലാ കോൺഗ്രസ്. ഇപ്പൊ ഈ മലബാർ ജില്ലാ കോൺഗ്രസിന്റെ രൂപീകരണ ലക്ഷ്യം എന്തെന്ന് മനസ്സിലായി. ഓക്കെ, നമ്മൾ ഈ മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സ്ഥാപിച്ചത് ആരെന്നറിയുക. ഓക്കെ, അത് ചേറ്റൂർ ശങ്കരൻ നായർ ആണ്. ഓക്കെ, ചേറ്റൂർ ശങ്കരൻ നായർ ഏറ്റവും പ്രധാനമാണ്. ഓക്കെ, ഗാന്ധിജിയുടെ സമര ആശയങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച മലയാളി ചേറ്റൂർ ശങ്കരനാണ്. ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഓക്കെ, വ്യക്തമായിട്ട് അറിയുക. ഗാന്ധിജിയുടെ സമര രീതികളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ചേറ്റൂർ രചിച്ച കൃതിയും വളരെ പ്രശസ്തമാണ്, ഗാന്ധിജിയും അരാജകത്വവും. ഓക്കെ, ഗാന്ധിജിയും അരാജകത്വവും ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്. ഗാന്ധിജിയും അരാജകത്വവും എന്ന കൃതിയുടെ രചയിതാവ് ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഓക്കെ, അതുപോലെ തന്നെ ചേറ്റൂർ പറയുമ്പോൾ മറ്റൊരു മുൻകാല ചോദ്യമാണ്, കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ മലയാളി, ഏക മലയാളി. നാളിതുവരെ ഒരു മലയാളി മാത്രമേ കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളൂ, അത് ചേറ്റൂർ ശങ്കരൻ നായർ എന്ന കാര്യം കൂടിയും വ്യക്തമായിട്ട് അറിയുക. ഓക്കെയാണ്, അത് സമ്മേളനവും പ്രീവിയസ് ആണ്. 1897 അമരാവതി സമ്മേളനം. 1897 അമരാവതി സമ്മേളനം എന്ന കാര്യം കൂടിയും ഓർമ്മയിലേക്ക് കൊണ്ടുവരും. ഓക്കെയാണ്, അപ്പോൾ മലബാർ ജില്ലാ കോൺഗ്രസ് രൂപീകൃതമായത് 1908. സ്ഥാപകൻ ചേറ്റൂർ ശങ്കരൻ നായരാണ്. അപ്പൊ ഈ മലബാർ ജില്ലാ കോൺഗ്രസ് സ്ഥാപിതമായെങ്കിലും അതിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമതയോടുകൂടി നടന്നില്ല. കാര്യം കോൺഗ്രസിലുണ്ടായ വിഭാഗീയത, മിതവാദികളും തീവ്രവാദികളും തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ, കോൺഗ്രസിൽ നിന്ന് മുസ്ലിങ്ങൾ ഭിന്നിച്ച് പുറത്തുപോയത് തുടങ്ങി ഘടകങ്ങളെല്ലാം തന്നെ മലബാറിലും കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ വളരെയധികം ഘടകമായിട്ട് മാറി. ഓക്കെ, ഈ 1908 സ്ഥാപിച്ച ജില്ലാ കോൺഗ്രസ് അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് 1910-ലാണ്. 1910-ലാണ്. ഓക്കെ, 10 പ്രവർത്തനം തുടങ്ങിയിട്ടും ഇത് കാര്യക്ഷമമായിട്ട് നേതാക്കൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഓക്കെ, പിന്നെ ഈ ജില്ലാ കോൺഗ്രസ് സമ്മേളനങ്ങൾ അല്ലെങ്കിൽ മലബാർ ജില്ലാ കോൺഗ്രസ് ശക്തിപ്പെടാൻ ഇടയാകുന്നത് ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്താണ്. ഒന്നാം ലോക മഹായുദ്ധം 1914 1918 കാലഘട്ടത്തിലാണ് ഒന്നാം ലോക മഹായുദ്ധം എന്ന കാര്യം വ്യക്തമായിട്ട് അറിയുക. ഓക്കെ, ഈ ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്ത് സ്വയം ഭരണം ആവശ്യപ്പെട്ടുകൊണ്ട് ആനി ബസന്റും ബാലഗംഗാധര തിലകം ഒരു സമര രീതിക്ക് മുന്നാണ്, ഒരു സമര ആശയവുമായി മുന്നോട്ട് പോയി. ഓക്കെ, ആ സമര ആശയത്തിന്റെ പേരാണ് ഹോം റൂൾ മൂവ്മെന്റ്. ഓക്കെ, ഹോം റൂൾ എന്ന വാക്കിന്റെ അർത്ഥം സ്വയം ഭരണം എന്നാണ്. ഓക്കെ, അപ്പോൾ ഓർമ്മിക്കുക, ഈ സ്വയം ഭരണവാദത്തെ ഉന്നയിച്ചുകൊണ്ട് ആനിയുടെ പ്രവർത്തനങ്ങൾ മലബാറിൽ ദേശീയ പ്രസ്ഥാനത്തിനും ഒരു പുതുതരംഗമായിട്ട് മാറുകയുണ്ടായി. ഓക്കെ, അതായത് ഹോം റൂൾ പ്രസ്ഥാനം 1916-ലാണ്. ഓക്കെ,
ആനി ബസന്റിന്റെ വരവ് കോൺഗ്രസിലുണ്ടായ വിഭാഗീയതകള് ഒരു പരിധി വരെയെങ്കിലും അവസാനിപ്പിക്കാൻ കഴിഞ്ഞു. തിലകിനെ തിരിച്ച് കോൺഗ്രസിൽ കൊണ്ടുവരാൻ പറ്റി. അതായത് മിതവാദികളും തീവ്രവാദികളും ഒന്നിക്കുന്നു ആ 16-ൽ തന്നെയാണ്, 16-ലെ ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിൽ. ഓക്കെ, വിഭാഗിച്ചു നിന്ന മുസ്ലിം ലീഗിനെ ഒന്നിപ്പിച്ച് കോൺഗ്രസിനോട് ചേർന്ന് ഒത്തുചേരുന്ന സമ്മേളനം എന്ന് ചോദിച്ചാലും 1916-ലെ ലക്നൗ ആണ്. ഓക്കെ, 16-ലെ ലക്നൗ. ഓക്കെ, അങ്ങനെ മലബാറില് അതായത് ദേശീയ പ്രസ്ഥാനത്തില് പുതുജീവൻ വന്നപ്പോൾ, കോൺഗ്രസിനൊരു പുതുപ്രവർത്തന ഘടകം വന്നപ്പോൾ മലബാറിലും ജില്ലാ കോൺഗ്രസ് അതായത് മലബാറിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും വ്യത്യസ്തമായി. ഓക്കെ, അതായത് മലബാറിലെ ദേശീയ പ്രസ്ഥാനവും ശക്തിപ്പെട്ടു. ഓക്കെ, തുടർന്ന് കൊണ്ട് അതായത് 1916 തൊട്ട് 1920 വരെ 5 ജില്ലാ കോൺഗ്രസ് സമ്മേളനങ്ങൾ നടക്കുകയുണ്ടായി. ഓക്കെ, അവയാണ് മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനങ്ങൾ. ഓക്കെ, വർഷങ്ങള് 5 തുടർച്ചയായിട്ടുള്ള വർഷങ്ങളാണ്. 1916, 17, 18, 19, 20. ഓക്കെ, ഇതില് പ്രസ്താവന ചോദ്യമായിട്ട് ചേരുമ്പഴ ടൈപ്പൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഏറ്റവും കൂടുതൽ ഡയറക്റ്റ് ചോദ്യങ്ങൾ ആദ്യത്തേതും അവസാനത്തെയും സമ്മേളനമാണ്. ഓക്കെ, അവസാനത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ചോദ്യമാണ് 20-ലെ മഞ്ചേരി. ഓക്കെ, അപ്പൊ അറിയുക ഇനി സമ്മേളനം വർഷം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി സമ്മേളനം എവിടെ നടന്നു, ആ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആര്, തുടങ്ങിയ ഘടകങ്ങളാണ്, തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് അറിയുക 1916 സമ്മേളനം കൂടിയത് പാലക്കാട്. അതിന്റെ അധ്യക്ഷ ആനി ബസന്റ്. അധ്യക്ഷ ആനി ബസന്റ് വളരെ പ്രധാനമാണ്. ജില്ലാ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം 1916 പാലക്കാട്, ആനി ബസന്റ്. ഓക്കെ, രണ്ടാമത്തെ സമ്മേളനം 1917 കോഴിക്കോട്, സർ CP രാമസ്വാമി അയ്യർ. ഓക്കെ, തിരുവിതാംകൂർ ദിവാൻ പദവിയൊക്കെ അലങ്കരിച്ചിട്ടുള്ള, പിൻകാലത്ത് അലങ്കരിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് സർ CP രാമസ്വാമി അയ്യർ. ഓക്കെ, ക്ഷേത്ര പ്രവേശന വിളംബരമൊക്കെ പുറപ്പെടുവിക്കാൻ ചിത്തിര തിരുനാളിന് പ്രചോദനമേകിയതും സർ CP തന്നെ എന്ന കാര്യം അറിയുക. ഓക്കെയാണ്, അപ്പോൾ ഓർമ്മിക്കാം രണ്ടാമത്തെ സമ്മേളനം 1917 കോഴിക്കോട്, സർ CP രാമസ്വാമി അയ്യർ എന്ന കാര്യം ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, മൂന്നാമത്തേത് വർഷം 1918 തലശ്ശേരി. ഓക്കെ, തലശ്ശേരി എവിടെയെന്ന് ചോദിച്ചാൽ കണ്ണൂർ ജില്ലയാണ്. ഓക്കെ, തലശ്ശേരി ഇതിന്റെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ ആസാദ് അലി ഖാൻ ബഹദൂർ. ഓക്കെ, ആസാദ് അലി ഖാൻ ബഹദൂർ. ഓക്കെ, ഇതിന് അടുത്ത ജില്ലാ കോൺഗ്രസിന്റെ നാലാമത്തെ സമ്മേളനം 1919 വടകര. 1919 വടകര. ഓക്കെ, വടകര കോഴിക്കോട് ജില്ലയിലാണ്. വടകര കോഴിക്കോട് ജില്ലയിലാണ്. ഓക്കെ, വടകര സമ്മേളനത്തിന്റെ അധ്യക്ഷൻ KP രാമൻ മേനോനാണ്. KP രാമൻ മേനോനാണ്. ഓക്കെ, ദെൻ അഞ്ചാമത്തെ സമ്മേളനം. ഓക്കെ, അതായത് 1920 മഞ്ചേരി സമ്മേളനം. മഞ്ചേരി മലപ്പുറം ജില്ല. മഞ്ചേരി മലപ്പുറം ജില്ലയിലാണ്. ഓക്കെ, മഞ്ചേരി സമ്മേളനത്തിന്റെ അധ്യക്ഷൻ കസ്തൂരി രംഗ അയ്യർ. പേര് കസ്തൂരി രംഗ അയ്യർ. ഓക്കെ, 5 സമ്മേളനങ്ങൾ ഒരു തവണ കൂടി. 1916 പാലക്കാട് ആനി ബസന്റ്. 2 1917 കോഴിക്കോട് സർ CP രാമസ്വാമി അയ്യർ. മൂന്നാം സമ്മേളനം 1918 തലശ്ശേരി ആസാദ് അലി ഖാൻ ബഹദൂർ. നാലാം സമ്മേളനം 1919 വടകര KP രാമൻ മേനോൻ. അഞ്ചാമത്തതും അവസാനത്തതുമായ ജില്ലാ കോൺഗ്രസ് സമ്മേളനം 1920 മഞ്ചേരി കസ്തൂരി രംഗ അയ്യർ എന്ന കാര്യം കൂടിയും വ്യക്തമായിട്ട് അറിയുക. ഇത്രയും നോക്കിയ ക്വസ്റ്റ്യനുകൾ കൃത്യമായിട്ട് അറിയുക. അതിനകത്ത് പറഞ്ഞ വിവരങ്ങളും വ്യക്തമായിട്ട് അറിയുക. മുൻകാലമായിട്ട് ചോദിക്കാം, പ്രസ്താവന ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുക. ഓക്കെ, ബാക്കി ഇതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം.